ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മളിന്ന് നുറുക്കരി കൊണ്ടൊരു പായസമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വലിയ മധുരമൊന്നും ഇല്ലാത്ത എന്നാൽ കുറുകിയിരിക്കുന്ന ഒരു പായസമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്കൊരു പാനിലേക്ക് ശർക്കര 2 ബോളാണ് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്, വലുത്. അപ്പം നമ്മളത് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചേക്കുവാണ്. അതിലേക്ക് ചതച്ചെടുത്ത ഏലക്കായും ചുക്കും കൂടെ ഇട്ട് കൊടുത്തു ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നുറുക്കരിയാണ് നമ്മൾ എടുക്കുന്നത്. അതിപ്പം നമ്മൾ 3 കപ്പ് എടുക്കുന്നുണ്ട്. 3 കപ്പ് നുറുക്കരി എടുക്കുന്നു. ഒരു കപ്പ് ചവ്വരി നമ്മൾ എടുക്കുന്നു. അതിൽ നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വെക്കുന്നു. അപ്പം നമുക്കൊരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് നന്നായിട്ട് വാഷ് ചെയ്ത അരി നമ്മളിട്ട് കൊടുക്കുന്നു. അരി ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചവ്വരിയും അതുപോലെ തന്നെ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെക്കാം. പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പം ഉണക്കമുന്തിരി, തേങ്ങാക്കൊത്ത്, കാഷ്യൂനട്ട്, ഇത് തേങ്ങാപ്പാലാണ്, ഇത് മിൽക്ക് പൗഡറാണ്. 1.5 കപ്പോളം എടുത്തിട്ടുണ്ട്. കുക്കർ 3 വിസിലടിക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കത് പ്രഷർ മുഴുവൻ പോകാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്ക് ശർക്കര ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. ശർക്കര പാനി ഒത്തിരി അങ്ങ് കുറുകിയല്ല, കൺസിസ്റ്റൻസി അല്പം തിന്നായിട്ടാണ്. അപ്പോൾ ഇനി പായസം പ്രിപ്പയർ ചെയ്യുന്ന പാത്രം നമ്മൾ വെച്ചു. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തു. ആദ്യം നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഉണക്കമുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുന്തിരി ഫ്രൈ ചെയ്ത ശേഷം നമ്മൾ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം അരി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞിരിക്കുന്നത്. അധികം വെള്ളമൊന്നുമില്ല. 3 പ്രാവശ്യം വിസിലടിച്ച് കഴിയുമ്പം കാഷ്യൂ നട്ട്സൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ വീണ്ടും 1 ടീസ്പൂണും കൂടെ നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ആ വെന്ത് വെച്ചിരിക്കുന്ന ചോറ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ശർക്കര പാനി അതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം വീണ്ടും നമ്മൾ ആ തേങ്ങാപ്പാൽ 1.5 കപ്പ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട്സും അതുപോലെ ഉണക്കമുന്തിരിയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. ഇനി നമ്മൾ പഞ്ചസാരക്കകത്ത് ചുക്കുപൊടിയും ഏലക്കായും കൂടി ഇട്ട് നല്ലപോലെ പൊടിച്ചതാണ്, അത് 1 ടീസ്പൂൺ നമ്മളിട്ട് കൊടുക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുന്നു. ഇപ്പം നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് നല്ലപോലെ കുറുകി വരുന്നു. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. സൂപ്പർ കേട്ടോ. അപ്പം ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാവുന്ന ഈസി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പിയാണ്. അപ്പം ശർക്കര പാനി ഒഴിച്ച് പായസം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഇത് കൺസിസ്റ്റൻസി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തിക്കോ തിന്നോ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ ഓൺ അനദർ ഡേ.